ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ലല്ലോ, ഇതൊരു നിത്യസംഭവമല്ലേ. മലയോര മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുദിനം ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ നാട്ടുകാർ കാണുമല്ലേ. അങ്ങാടിയിൽ ആന ഇറങ്ങുന്നു, മനുഷ്യനെ പുലി പിടിക്കുന്നു. അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട്ടുകാർ ഇതേപോലെയുള്ള കെണിയൊരുക്കുന്നു. ഇനി ഇത് അവസരമാക്കി സാമൂഹ്യ ദ്രോഹികൾ കച്ചവടം നടത്താൻ നോക്കുന്നു. ഇത് ഇന്നിപ്പോൾ റിപ്പോർട്ട് അങ്ങനെയാണല്ലോ. എല്ലാം കൂടി മലയോര മേഖലയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരാജകത്വം, ഇതിനാരാണ് ഉത്തരവാദി? ഇതിനുത്തരവാദി ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലാതെ വേറെ ആരാണ്? ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിയായ ഒരു പ്രശ്നത്തിൽ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അനുദിനം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിൽ ആന ഇറങ്ങി, റബ്ബർ വെട്ടാൻ പോയ ആളെ പുലി പിടിച്ചുകൊണ്ടുപോയി, അതുപോലെ തന്നെ വൈദ്യുതി കമ്പി ഇട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതവസരമാക്കി ഇപ്പോൾ ഇന്ന് കേൾക്കുന്നു, അതവസരമാക്കി കെണി പിടിച്ച് പന്നിയെ പിടിച്ച് വിൽക്കാൻ നോക്കുന്നവർ അതവസരമാക്കുന്നു സാമൂഹ്യദ്രോഹികൾ. ഇതിലൊന്നും ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഭരിക്കുന്ന സർക്കാരിൻ്റെ കഴിവുകേടും വനം വകുപ്പിൻ്റെ ഒരു നിസ്സംഗതയും അതാണ് ഈ നാട്ടിൽ ചർച്ചയായിരിക്കുന്നത്. അത് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിലമ്പൂർ. സ്വാഭാവികമായി അവിടുന്നാണ് ഈ വിഷയത്തിൻ്റെ മലയോര കർഷക ജനതയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വന്യജീവികളുടെ അക്രമം, നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം ചർച്ചയായ പ്രദേശമാണ് നിലമ്പൂർ. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഏതങ്ങാടിയിലും ആന ഇറങ്ങാം, പുലി ഇറങ്ങാം എന്ന കാര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ്, അവിടെ പ്രകടനം നടന്നത്. അത് അപ്പോഴേക്കൊരു മലപ്പുറം വന്നു. മലപ്പുറത്ത് എങ്ങനെയാണ് പ്രകടനം? തൊട്ടാ മലപ്പുറം ആ രീതിയിലുള്ള ഒരു പ്രതികരണം വന്നു. അപ്പോൾ അങ്ങനെ നിരുത്തരവാദപരമായ പിന്നെ കമൻറ്റുകളൊക്കെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നിലമ്പൂരുണ്ട് എന്ന് വിചാരിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലാതാവുന്നില്ല. വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം വന്നിരിക്കുകയാണ് ഇവിടെ. ഈ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ആരുടെയും ഷൗക്കത്തുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ചില രാഷ്ട്രീയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു, പ്രതിയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചാൽ കൃത്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വലിയ ഒരു പ്രശ്നം മലയോര മേഖലയിൽ മുഴുവൻ മാനന്തവാടി അങ്ങാടിയിലൂടെ ആന നടന്നു നമ്മൾ കണ്ടു. ഇവിടെ മഞ്ചേരിക്കടുത്ത് പുലി ഇറങ്ങി നാട്ടിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിലമ്പൂർ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് റബ്ബർ വെട്ടുകാരനെ പുലി പിടിച്ച് ഭക്ഷിച്ചത് നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇങ്ങനെ ലഘൂകരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ? അത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ഒരു ഭഗീരഥ ശ്രമം, ഒരു പാഴ്വേല എന്നല്ലാതെ മറ്റൊന്നും. ഇപ്പോൾ തൽക്കാലം അതിൽ നിന്നൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പിന്നെ പറയുന്ന ഒരു കാര്യം, പഞ്ചായത്ത് മെമ്പറും സ്ഥാനാർത്ഥിയൊക്കെ പറയുന്ന ഒരു കാര്യം, അത് തീരെ അവിശ്വസനീയമാണ്. അത് ജനങ്ങൾ തികഞ്ഞ അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയും എന്നാണ് എൻ്റെ അഭിപ്രായം. മലയോര മേഖലയിൽ ഇപ്പോൾ മലയോര ജാഥ നടത്തിയ സമയത്ത് ഞങ്ങളൊക്കെ അവിടെയുള്ള പ്രതികരണം കണ്ടതല്ലേ. മലയോര മേഖലയിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഒരു അരാജകത്വം, അതാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം ഗൗരവമായി വന്നിരിക്കുന്നത്.